ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധത്വത്തിന്റെ തിരുനാൾ ദിവസമാണിന്ന്. പിതാപുത്ര പരിശുദ്ധാത്മ ദൈവത്തിന്റെ സ്നേഹ കൂടാരത്തിലേക്ക് നിത്യതയോളം വസിക്കാനുള്ള വലിയ ഒരു ക്ഷണമാണ് നമുക്കെല്ലാം സ്വർഗം തന്നിരിക്കുന്നത്. പിതാവിന്റെ വലിയ സ്നേഹത്തെക്കുറിച്ച്, പുത്രന്റെ വലിയ കൃപയെക്കുറിച്ച്, പരിശുദ്ധാത്മ ദൈവത്തിന്റെ സഹവാസത്തെക്കുറിച്ച് അനുദിനം പ്രാർത്ഥിച്ച് പങ്കുചേരുന്ന നമ്മൾക്ക് ഇന്ന് ആ വലിയ സ്നേഹവും വലിയ കൃപയും വലിയ സഹവാസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഒരു വചനം വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ വചനമാണ്. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് തീർച്ചയായും വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമ്മൾ കാണുന്നത്. വസിക്കാൻ ആഗ്രഹിച്ച്, കൂടെ ഇരിക്കാൻ ആഗ്രഹിച്ച്, ഉള്ളിൽ പ്രവേശിക്കാൻ ആഗ്രഹിച്ച ഈശോ തിരുവോസ്തിയായി മാറി നമ്മുടെ ഉള്ളിൽ വസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കർത്താവിൻ്റെ വലിയ കരുതലും സ്നേഹവും എല്ലാം നമുക്ക് സ്വന്തമാക്കാം. ഈ തൃത്വത്തിൻ്റെ തിരുനാൾ ദിവസം തൃത്വത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് മാറാൻ പിതാവിൻ്റെ വലിയ ഒരു സ്നേഹം, പുത്രി നിർവിശേഷമായ ഒരു വലിയ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റട്ടെ. ഈശോയുടെ വലിയ കൃപയില്ലെങ്കിൽ ഈ ലോകത്ത് ഞാനും നിങ്ങളും ഒന്നുമല്ല. ആ ഈശോയുടെ കൃപയുടെ കൂട്ട് നമുക്കുണ്ടാവട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹവാസത്തിൻ്റെ ആവാസത്തിൻ്റെ കൂടിയിരിപ്പിൻ്റെ വലിയ കൃപ നമുക്കുണ്ടാകട്ടെ.